അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ ബി.ജെ.പി. ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തങ്ങൾക്ക് കാര്യമായ വോട്ട് ഷെയർ തന്ന 30-35 മണ്ഡലങ്ങളിലായിരിക്കും ബി.ജെ.പി. ഇത്തവണ സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സന്ദർശനത്തിനെത്തുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ, സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ പാർട്ടി നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട ചില സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടാനും സാധ്യതയുണ്ട് എന്ന വിവരമാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും പാർട്ടിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്ന് കരുതുന്നു. തങ്ങൾക്ക് ജയസാധ്യതയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കളെ തന്നെ രംഗത്തിറക്കി കേരളത്തിലെ ഒരു ഡസനെങ്കിലും സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും അവസാന നിമിഷം ചില മാറ്റങ്ങളുണ്ടായി അദ്ദേഹം കാട്ടാക്കടയിലേക്ക് മാറാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. പ്രത്യേകിച്ചും നേമം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് സീറ്റാണ്. 2016 ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് ബി.ജെ.പി. കാൽവെച്ച് കയറിയത് നേമത്തിലൂടെ ഒ രാജഗോപാലായിരുന്നു. എന്നാൽ അതേ നിയമം തന്നെ തങ്ങൾ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് 2021 LDF അവകാശപ്പെട്ടതും അത് നേമത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നേമം തങ്ങളുടെ ഏറ്റവും ശക്തി കേന്ദ്രമായതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാൻ തീരുമാനിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് നേമത്ത് നിന്ന് കാര്യമായ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നേമം ഇപ്പോൾ വേണ്ട എന്ന് ബി.ജെ.പി. നേതൃത്വം ആലോചിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് മുതിരേണ്ട, അതിനു പകരം കാട്ടാക്കടയായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ കരുതുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ച് 15,000-ഓളം വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. അവരുടെ ഒരു ഏറ്റവും നല്ല സീറ്റുകളിൽ ഒന്നായിട്ടാണ് കാട്ടാക്കട കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തന്നെ തുടരണം അല്ലെങ്കിൽ നേമത്ത് മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, നേമത്തെ മുസ്ലിം കേന്ദ്രീകരണമാണ് ബി.ജെ.പിയെ നേമത്ത് സംസ്ഥാന പ്രസിഡന്റിനെ നിർത്തി മത്സരിപ്പിക്കുന്നതിൽ അവരെ വിലക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഇടതുപക്ഷത്തെക്കാൾ വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അത് സ്ഥായി അല്ലെന്നാണ് ബി.ജെ.പി. നേതൃത്വം കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വോട്ട് കൂടുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും UDF തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. അതുകൊണ്ട് തന്നെ LDFന് കിട്ടുന്ന വോട്ടുകളൊക്കെ തന്നെ UDFനാണ് പോകുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പാറ്റേൺ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അത് ആ പാറ്റേൺ മാറുകയാണ്. കാരണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ UDF ലോക്സഭാ സീറ്റിൽ സ്വാധീനമുണ്ടാക്കുന്ന സമയത്ത് നിയമസഭാ സീറ്റുകളിലൊക്കെ തന്നെ LDFനാണ് നേട്ടമുണ്ടാകുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം മുസ്ലിം വോട്ടർമാരാണെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും നേമത്ത് UDF സ്ഥാനാർത്ഥി, നേമത്തെ വാർഡിൽ UDF സ്ഥാനാർത്ഥി ഒരു മുസ്ലിം ആയിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നു. ആ സമയത്താണ് LDFന് വോട്ട് കുറയുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജകമണ്ഡലത്തിൽ ഒന്നടങ്കം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ബി.ജെ.പി. വിരുദ്ധ ചേരിയിലേക്ക്, അതായത് LDFനാണ് കിട്ടാൻ സാധ്യത എന്നാണ് കരുതുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പൂർണ്ണമായും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണം ബി.ജെ.പിക്കെതിരെ നീങ്ങുന്നത് കൊണ്ട് തന്നെ നേമം ബി.ജെ.പിയുടെ ഒരു സുരക്ഷിത സീറ്റ് ആയിട്ട് ബി.ജെ.പിക്ക് ഒരിക്കലും കണക്കാക്കാനാവില്ല. എന്നാൽ മറിച്ച് കാട്ടാക്കട നിയോജക മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ അടിത്തറ അവർക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലീഡ് നേടാനും കഴിഞ്ഞു. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കാട്ടാക്കടയിലെ 7 പഞ്ചായത്തിലും മികച്ച പ്രകടനമാണ് ബി.ജെ.പി. നടത്തിയിരിക്കുന്നത്. അത് കാട്ടാക്കടയിലായാലും മലയങ്കീഴിലായാലും മാറനല്ലൂരിലായാലും വിളപ്പിലായാലും വിളവുറുക്കിലായാലും അത് അങ്ങനെയുള്ള പള്ളിച്ചലായാലും എല്ലാ പഞ്ചായത്തുകളിലും അതിശക്തമായ പ്രവർത്തനമാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. ത്രികോണ മത്സരം, കൃത്യമായ ത്രികോണ മത്സരമാണ് കാട്ടാക്കടയിൽ നടക്കാൻ പോകുന്നത്. അതേസമയത്ത് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുകയാണെങ്കിൽ അത് ത്രികോണ മത്സരമായിരിക്കില്ല. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയുള്ള ബി.ജെ.പിയുടെ മത്സരവും
അതിന് എതിരായിട്ടുള്ള എതിർ പാർട്ടികളുടെ ഒരു ധ്രുവീകരണവുമാണ് അവിടെ നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് വളരെ പിറകിൽ 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള കാൽക്കുലേഷനാണ് ഉള്ളത്. കഴിഞ്ഞ തവണ തന്നെ ആദ്യം രാജഗോപാൽ ജയിച്ചു, പിന്നീട് കുമ്മനം രാജശേഖരൻ പരാജയപ്പെടാൻ കാരണം കെ മുരളീധരൻ ഹിന്ദു വോട്ടുകൾ കാര്യമായി പിടിച്ചത് കൊണ്ടാണ്. അതേസമയത്ത് മുസ്ലിം വോട്ടുകൾ മുരളീധരന് കാര്യമായിട്ട് നേടാനും കഴിഞ്ഞില്ല. എന്നാൽ പൂർണ്ണമായും ഒരു മുസ്ലിം വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം, കാരണം BJPയുടെ പ്രധാനപ്പെട്ട നിയമസഭാ സീറ്റ് എന്ന നിലയിൽ മുസ്ലിം വോട്ടുകളുടെ കാര്യമായ കേന്ദ്രീകരണം നേമത്ത് സംഭവിക്കും എന്നാണ് BJP ഭയപ്പെടുന്നത്. അതേ സമയത്ത് കാട്ടാക്കടയിൽ അങ്ങനെ ഒരു മുസ്ലിം കേന്ദ്രീകരണം ഉണ്ടാവാൻ സാധ്യതയില്ല. മറിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടാണ് അവിടെ BJP അല്പമെങ്കിലും ആശങ്കപ്പെടുന്നു. അതേസമയത്ത് അതിൽ തന്നെ പല വിഭാഗങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താൻ കഴിയും. അതേപോലെ തന്നെ BJP വിരുദ്ധമായ രീതിയിലുള്ള ഒരു കേന്ദ്രീകരണം ഒരിക്കലും കാട്ടാക്കടയിൽ സംഭവിക്കില്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ LDFനും UDFനുമായി ചെതറിപ്പോകും എന്നുള്ളതാണ് BJP കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇത്തവണ തങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന തിരുവനന്തപുരം സെൻട്രൽ, അതായത് തിരുവനന്തപുരം മണ്ഡലം, നേമം മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം, ആറ്റിങ്ങൽ മണ്ഡലം, അതുപോലെ തന്നെ കാട്ടാക്കട, ഈ 6 മണ്ഡലങ്ങളിലാണ് BJP തങ്ങളുടെ മുഴുവൻ ശക്തിയും പരീക്ഷിക്കാൻ പോകുന്നത്. കഴക്കൂട്ടത്ത് V മുരളീധരനാവാനാണ് സാധ്യത. അതേപോലെ തന്നെ ആറ്റിങ്ങലിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് P സുധീർ മത്സരിക്കുന്നു. വട്ടിയൂർക്കാവിൽ മുൻ DGP ശ്രീലേഖ മത്സരരംഗത്തിറങ്ങുന്നു. തിരുവനന്തപുരത്ത് മിക്കവാറും BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയനായിരിക്കും സ്ഥാനാർത്ഥി. അങ്ങനെയാണെങ്കിൽ നേരത്തെ മത്സരരംഗത്ത് 3 തവണ 2011-ലും 2016-ലും 2021-ലും കഴക്കൂട്ടത്ത് മത്സരരംഗത്തുണ്ടായിരുന്ന PK കൃഷ്ണദാസ് ഇത്തവണ മത്സരരംഗത്ത് മാറി നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് സാധ്യത. അതേപോലെ തന്നെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കോവളം മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ് പാറശാലയിൽ മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ രാജശേഖരൻ തന്നെയായിരിക്കും BJP സ്ഥാനാർത്ഥി. നെയ്യാറ്റിൻകരയും പാറശാലയും ഒന്നും BJPയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ വരുന്നില്ല. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ വരുന്ന സ്ഥലത്തൊക്കെ BJP ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തി എന്നാണ് അറിയുന്നത്.